ജനറൽ സെക്രട്ടറി ഒരു NSS SNDP ഐക്യം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. മുമ്പ് പലതവണ ഇത്തരത്തിലുള്ള ചർച്ചകൾ വന്നിരുന്നു, പക്ഷേ ഇത് വരുന്നതിലേക്ക് എത്തിയിട്ടുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ അത്തരം ചർച്ചകൾക്കോ അല്ലെങ്കിൽ നീക്കങ്ങൾക്കോ എന്തെങ്കിലും സാധ്യതയുണ്ടോ? SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ അങ്ങനെ ഒരു അഭിപ്രായം ഇന്നലെ ഞാൻ ചാനലിൽ കൂടെ കേട്ടു. അതിന് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് കാലഘട്ടത്തിൻ്റെ ഒരാവശ്യമാണ്. NSSുമായി യോജിച്ച് പ്രവർത്തിക്കണം എന്ന്, സഹകരിച്ചു പോകണമെന്ന് അദ്ദേഹവും SNDPയും ആഗ്രഹിക്കുന്നുണ്ട്. 21-ാം തീയതി ഞങ്ങൾ യോഗം കൂടി തീരുമാനിക്കും എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം ഇന്നലെ സംസാരിച്ചത്. ഇന്നും ആ രീതിയിൽ തന്നെയാണ് സംസാരിച്ചു കേട്ടത്. NSSും അതിന് താല്പര്യമുണ്ട്. NSS കാരണം ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണത് എന്ന് മനസ്സിലാക്കും. NSSും NSSന്റെ നേതൃത്വവുമായി ആലോചിച്ച് അതിനനുകൂലമായൊരു തീരുമാനമെടുക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വ്യക്തിപരമായി എനിക്ക് അതിനകത്ത് ഈ ഐക്യം ആവശ്യമാണ് എന്ന്, സംഘടനാപരമായും ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. സാർ, എന്താണ് ഈ ഒരു കാലഘട്ടം, എന്താണ് പ്രത്യേകതയെ കാണുന്നത്? ഇപ്പോൾ അങ്ങനെ ഒരു ഐക്യം വേണമെന്ന് തോന്നുന്നു, സംഘടനാപരമായി അടക്കം തോന്നുന്നു എന്ന് പറയാനുള്ള ഒരു കാരണം എന്താണ്? രാഷ്ട്രീയ സാഹചര്യമാണോ? എന്താണ്? രാഷ്ട്രീയ സാഹചര്യം ഒന്നുമില്ല. NSS ഐക്യത്തിന് പോകുന്നത് NSSന്റെ അടിസ്ഥാന മൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു സമുദായവുമായിട്ടോ ഒരു മതവുമായിട്ടോ ഒരു വിഘടനം, അതായത് ഒരു വിരോധം ഉള്ള തരത്തിൽ പെരുമാറുന്നതിനോ ഒന്നും ഞങ്ങൾ വഴിവെക്കുകയില്ല. അടിസ്ഥാന മൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് എല്ലാവരുമായി യോജിച്ച് നിന്നുകൊണ്ട് ഹൈന്ദവ സംഘടനയിലെ പ്രബല സമുദായങ്ങളായ SNDPയും NSSും ഒരുമിക്കുന്നതിൽ എന്താ തെറ്റ്? മുമ്പ് സംഭരണ ഇഷ്യൂ ഉണ്ടായിരുന്നു. ആ കാലത്ത് അകന്നു നിന്നു. ഇന്നതൊരു വിഷയമല്ലാതെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ യോജിച്ചു പോകേണ്ടവരായി ഇവർ രണ്ടുപേരും. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് ആലോചിച്ചു. ഞങ്ങളും അത് ശരിവയ്ക്കുകയാണ്. എന്നാൽ ഞങ്ങളുടെ അടിസ്ഥാന മൂല്യങ്ങൾ നഷ്ടപ്പെടാതെയുള്ള തരത്തിൽ, അതായത് ഇത് പ്രധാനമായിട്ടും എല്ലാ മതവിഭാഗങ്ങളോടും ഒരേ സമീപനത്തിലും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ ഒരേ സമീപനത്തിലും, അതാണ് അടിസ്ഥാന മൂല്യങ്ങൾ പ്രധാനം. സാമൂഹ്യ പ്രശ്നങ്ങളെ സംബന്ധിച്ച് എന്നും ഒരു കാഴ്ചപ്പാടോടുകൂടി കാണുന്നതിനും അതിനുവേണ്ടി ബാധിക്കുന്നതിനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് NSS അങ്ങനെ ഒരു ഐക്യം ആഗ്രഹിക്കുന്നത്. അല്ല, രാഷ്ട്രീയമില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടിയോടും സമദൂരത്തിൽ നിന്ന് തന്നെയാണ്, എല്ലാ സമുദായങ്ങളോടും സമദൂരത്തിൽ നിന്നാണ്. പിന്നെ സാമൂഹ്യ പ്രശ്നങ്ങൾ എവിടെ നിന്നുണ്ടായാലും അതിനെ വിമർശിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം നിലനിർത്തിക്കൊണ്ടതാണ് NSS ഇങ്ങനൊരു ഐക്യം ആഗ്രഹിക്കുന്നത്. പക്ഷെ ഈ ഐക്യം അനിവാര്യമാണെന്നുള്ള കാര്യത്തിൽ വ്യക്തിപരമായി എനിക്ക് വേണമെന്നുള്ളതാണ് അഭിപ്രായം. NSS നേതൃത്വത്തിൻ്റെ തീരുമാനം ഉണ്ടാകുന്ന മുറയ്ക്ക് അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും എന്നുള്ളതാണ് ശരി.